നമസ്കാരം. മോഡി സർക്കാർ കൊണ്ടുവന്ന ഈ കാർഷിക ബില്ലിനെ പറ്റി ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ബില്ല് കൊണ്ടുവന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇപ്പോൾ നടക്കുന്നതാണെങ്കിൽ ഒരു കർഷകൻ അയാൾ 10 രൂപയ്ക്കാണ് അയാളുടെ ഉൽപ്പന്നം വിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് അയാൾക്ക് ഇത് ഒരു ഇടനിലക്കാർക്ക്, നോർത്ത് ഇന്ത്യയിൽ ഇതിനെ മണ്ടി എന്നാണ് പറയുന്നത്, ഈ ഇടനിലക്കാർക്ക് മാത്രമേ അയാൾക്ക് അതിനെ കൊടുക്കാൻ കഴിയൂ. ഇത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റിയുടെ പ്രകാരം ഉണ്ടായ ഒരു നിയമമാണ് ഈ മണ്ടിയിൽ കൊടുക്കാൻ കഴിയൂ എന്നുള്ള നിയമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കമ്മീഷൻ ഏജൻറ്റ് അവർ ഒരു 10 രൂപ എടുക്കുമെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഉപഭോക്താവിന് കിട്ടുന്നത് 20 രൂപയ്ക്കാണ്. ഉപഭോക്താവിന് 20 രൂപ കിട്ടുന്നതിനും ഈ ഉൽപ്പാദനം ചെയ്ത ആളിന്, കർഷകന് കിട്ടുന്നത് വെറും 10 രൂപ, അതിൻ്റെ പകുതി പണം മാത്രമേ അയാൾക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോഴത്തെ നിയമപ്രകാരമാണെങ്കിൽ അവർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ജില്ലയിൽ അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്റ്റ്, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. പക്ഷേ ഇപ്പോഴും ആ നിയമം നിൽക്കുന്നുണ്ട്. ആ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമേ വിൽക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കേരളത്തിലെ ഒരു കാസർഗോഡുള്ള ആൾ പറഞ്ഞ പോലെ അവർക്ക് കശുവണ്ടി വിൽക്കണമെങ്കിലും അവർക്ക് പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് കേരളത്തിനകത്ത് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. കർണാടകത്തിൽ ഇതിനേക്കാൾ നല്ല വില കിട്ടുമായിരുന്നു എങ്കിൽ പോലും അവർക്ക് അവിടെ കൊണ്ടുപോയി വിൽക്കാൻ കഴിയത്തില്ല. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ മാറ്റമാണ് മോഡി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം ഈ ഇടനിലക്കാരന് യാതൊരു സ്വാധീനമില്ല. അയാൾ ഇടനിലക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ഇടനില കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ കർഷകന് നേരിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള എവിടെയാണോ കൊടുക്കേണ്ടത്, ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ഹോൾസെയിൽ റീറ്റെയിലേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് തക്കാളിയോ ഉരുളക്കിഴങ്ങോ ഉള്ളിയോ അതെല്ലാം തന്നെ ഈ പറയുന്ന ഹോൾസെയിൽ ബയേഴ്സിന് എവിടെയുള്ള ആർക്ക് വേണോ ആർക്ക് വേണോ അവർ കൊടുക്കാൻ കഴിയും. ഈ ഒരു നിയമമാണ് മോഡി സർക്കാർ കൊണ്ടുവന്നത്. അത് ശരിക്കും കർഷകർക്ക് വളരെ അവരുടെ വരുമാനം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എൻഡ് യൂസറിന് കിട്ടുന്ന, ഉപഭോക്താവിന് കിട്ടുന്നതിൻ്റെ പകുതി പൈസ മാത്രമേ കർഷകന്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ കർഷകന് നേരിട്ട് ഉപഭോക്താവിന് വിൽക്കുമ്പോൾ അയാൾക്കത് 15 രൂപയ്ക്ക് കൊടുക്കാം, അയാൾക്ക് ഉപഭോക്താവിന് അത് 15 രൂപയ്ക്ക് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇയാൾക്ക് 5 രൂപയും കൂടുതൽ കിട്ടി, ഉപഭോക്താവിന് 5 രൂപ കുറഞ്ഞും കിട്ടി, ഇടനിലക്കാരൻ്റെ ആ പീസ് പൊട്ടി. അപ്പം ഇതാണ് ഇതിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കർഷകർക്ക് അങ്ങേയറ്റം പ്രയോജനമുള്ള ഒരു നിയമമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉള്ളൊരു കാര്യമല്ല പറയുന്നത്. ഈ നിയമം വന്നു കഴിഞ്ഞാൽ അത് കാരണം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ യൂബർ ഈറ്റ്സ് ഉണ്ട്. നമ്മൾ ഹോട്ടലിൽ യൂബർ കമ്പനിയുടെ ഏതൊക്കെ ഹോട്ടലിനാണോ ടൈപ്പ് ഉള്ളത് ആ ഹോട്ടലിൽ നമ്മൾ അവരുടെ ഒരു വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ലിസ്റ്റ് ചെയ്യും. ആ ഹോട്ടലിൽ നമുക്ക് ഓർഡർ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു ടൗണിനകത്താണ് നടക്കുക. പക്ഷേ ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഗ്രോസറി ഇതിലും ഇപ്പോൾ ഉണ്ടെന്നെല്ലാം പറയുന്നത്. ഗ്രോസറിയിൽ ഈ യൂബർ ഈറ്റ്സ് ചെയ്യുന്ന അതേ പ്രോസസ്സ് ഗ്രോസറിയിലും വരാൻ പോവുകയാണ്. ഗ്രോസറിയിലും വെജിറ്റബിൾസിലും. ഇപ്പം അതൊരു പെരിഷബിളാണല്ലോ. ഫുഡ് എന്ന് പറയുന്നതും വെജിറ്റബിളിനേക്കാളും കുറച്ച് സ്പാൻ ടൈം കുറവാണ് ഈ ഫുഡിനെന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ടൈം എന്തായാലും ഉണ്ട് ഗ്രോസറിക്കും വെജിറ്റബിൾസിനും. 1-2 ഒരാഴ്ച പോലും നമുക്കതിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവൻ കാശ്മീരിൽ നിന്ന് പോലും നമുക്ക് ആപ്പിളോ അല്ലെങ്കിൽ സാഫ്രോൺ അതുപോലെ സാധനങ്ങൾ, പക്ഷേ അവർക്ക് ഈ ടൈപ്പ് ഉണ്ടായിരിക്കണം. ഈ ആരാണോ ഇപ്പോൾ യൂബർ ഈറ്റ്സ് ആണോ അല്ലെങ്കിൽ ആരാണോ ഇതിൻ്റെ ഈ ഒരു പ്രൊവൈഡർ, ഈ ഗ്രോസറി ആരാണോ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, അവർക്ക് ഇൻ്റർസ്റ്റേറ്റ് വരെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോലും മറ്റ് സംസ്ഥാനം, ഇപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ആസാമിൽ നിന്നോ ഈവൻ കാശ്മീരിൽ നിന്നോ എല്ലാം നമുക്ക് അങ്ങോട്ടും, കേരളത്തിലുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് വിൽക്കാനും അവിടെ നിന്ന് സാധനം ഇങ്ങോട്ട് വിൽക്കാനുള്ള പ്രൊവിഷൻ ഈ നിയമം വഴി ഉണ്ടാവും. അതാണ് ഈ പ്രോസസ് ഇപ്പോൾ ഉണ്ട് ഞാൻ പറയുന്നത്. ഇതിന് ഈ ഒരു ലെവലിലോട്ട് സ്കെയിലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതോടുകൂടി ഈ കർഷകർക്ക്, ഇപ്പോൾ ഏത് കർഷകന് വേണോ അവൻ്റെ സാധനങ്ങൾ, ഇപ്പോൾ അവന് ചിലപ്പോൾ ഒരു ലോട്ടിൽ അവന് ഇത്ര മാങ്ങയായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് കൈതച്ചക്ക ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവൻ്റെ ആ ലോട്ടിലെ സാധനങ്ങൾ അവന് ഈ സൈറ്റിലോട്ട് ഡിസ്പ്ലേ ചെയ്യാം, ആൾക്കാർക്ക് അത് ഓർഡർ ചെയ്യാം, അത് വാങ്ങിക്കുകയും ചെയ്യാം. ഈ ഒരു ലെവലിലോട്ട് ബിസിനസ് വളരും. ഇത് കർഷകർക്ക്, ചെറിയ കർഷകരായാലും വലിയ കർഷകരായാലും അവർക്ക് വളരെയധികം പ്രയോജനമാണ് ഈ ബില്ലിൽ നിന്നുണ്ടാകുന്നത്. ഈ APMC അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റി കാരണമായിരുന്നു ഈ റെസ്ട്രിക്ഷന് മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാങ്ങയ്ക്കൊക്കെ 23 രൂപ 30 രൂപ കച്ചവടക്കാരന് ബാക്കിയുള്ളത് മധ്യവർത്തികൾ ഏജൻറ്റുകൾക്ക് പോകുന്നുള്ളായിരുന്നു. ഇതിൽ ഈ മുമ്പുള്ള ഈ നിയമപ്രകാരം നടത്തുന്ന ഒരു വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം ഭൂമിയിൽ പണിയെടുത്ത കർഷകന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ലാഭം ഒരു ദിവസം കൊണ്ട്
അതിൻ്റെ ഇടനിലക്കാർക്ക് കിട്ടുന്നു. ഈ APMC ആക്ട് ഭേദഗതി ചെയ്യുന്നതോടെ ശരിക്കും കർഷകർക്കാണ് ഏറ്റവും പ്രയോജനം. അവർക്ക് നേരിട്ട് അതിൻ്റെ വില പേശിയിട്ട് അവർക്ക് അതിനെ വിൽക്കാൻ കഴിയും. ഈ മഹാരാഷ്ട്രയിൽ ഈ നിയമം കുറച്ചു കാലം മുമ്പ് തന്നെ റദ്ദാക്കിയിരുന്നു. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മുടെ മോഡി സർക്കാർ ഇത് ഭാരതം മുഴുവൻ ഈ നിയമത്തിന്, അതായത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന നിയമമാണ്. അന്ന് അവർക്ക് ഇവിടെ നമ്മുടെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകാനും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സാധനം അവർ ഇവിടെ വന്നത് നമ്മളെ ട്രേഡിനെ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളെ ട്രേഡിനെ നശിപ്പിച്ചിട്ട് അവരുടെ ട്രേഡിനെ കൊണ്ടുവരികയും നമ്മുടെ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു അവർ ഈ നിയമങ്ങൾ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ നിയമങ്ങളാണ് നമ്മളിപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സഞ്ജയ് ഝാ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വക്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഫോക്സ്, അവർ കോൺഗ്രസ് മാനിഫെസ്റ്റോ ഫോർ ദ 2019 ലോക്സഭ ഇലക്ഷൻ വി ഹാഡ് അവർ സെൽഫ് പ്രപ്പോസ് the abolition of APMC Act and marketing agriculture produce free from the restrictions. This is what Modi government has done in the farmers bill. BJP and Congress on the same page here. അതായത് സഞ്ജയ് ഝാ ഒരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൺ ആണ്. അദ്ദേഹം പറയാണ് ഇത് നമ്മൾ തന്നെ നമ്മളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് നമ്മളുണ്ട്. എന്നിട്ടും പിന്നെ എന്തിനാണ് ഇവർ ഈ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് തന്നെയാണ് ഇവർ മുമ്പുള്ള കാര്യം. മുമ്പ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിലും അവർ തന്നെയായിരുന്നു ഇത് പ്രപ്പോസ് ചെയ്തത്. മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ്, നമ്മുടെ ജവഹർലാൽ നെഹ്റു റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ്. എന്നിട്ട് മോഡി ഗവൺമെൻറ് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത് അവർ പ്ലേറ്റ് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നതിൽ 3 നിയമങ്ങളാണ് പാസ്സായത്. അതിൽ അടുത്ത നിയമമാണിത്, അവശ്യവസ്തു നിയമം. ഈ അവശ്യവസ്തുക്കളെ ക്ഷാമം ഉണ്ടാവുന്ന കാലത്ത് മാത്രമാണ് ഒരു പരിധിക്കപ്പുറം സാധനങ്ങൾ ശേഖരിച്ച് വയ്ക്കാൻ പാടില്ല. അങ്ങനെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിലിൽ പോവും എന്നൊരു വ്യവസ്ഥ മുമ്പുണ്ടായിരുന്നു. ഒരു പരിധി കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ നിയമവും കൂടെ ഈ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോൾ എടുത്തു കളഞ്ഞു. ഇപ്പം ആർക്ക് വേണോ എത്ര വേണോ, ഇപ്പം കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഈ സ്റ്റോറേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ FCA തന്നെ വേണമെന്നില്ല, ആർക്ക് വേണോ ഈ സാധനങ്ങൾ, കർഷകരുടെ സാധനങ്ങൾ എത്ര വേണോ സ്റ്റോർ ചെയ്തിട്ട് അവർക്ക് അങ്ങനെ ആ സ്റ്റോറിങ് കപ്പാസിറ്റി ഇപ്പോൾ ഈ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വളരെയധികം വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഫെസിലിറ്റി കൂടെ ഈ സ്റ്റോക്കിസ്റ്റുകൾക്ക് എത്ര വേണോ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുമ്പ് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കർഷകർ സാധനം കൊണ്ടുവരും, അത് പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ, അതായത് വെജിറ്റബിൾ പോലത്തെ സാധനങ്ങളാണെങ്കിൽ അവർക്കത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എത്ര രൂപയ്ക്ക് വേണോ അവർക്ക് കൊടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. ഇനി വിൽക്കാൻ പറ്റില്ലെങ്കിൽ അവർക്കതിനെ കളയുക മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു അവസ്ഥയും കൂടെ മാറിക്കിട്ടി. ആ ഒരു ഓർഡിനൻസ്, മുമ്പ് അത് ഈ ക്ഷാമം ഉണ്ടായിരുന്ന കാലത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടായ നിയമമാണ്. ഇപ്പോൾ ആ ഓർഡിനൻസ് പ്രകാരം ആ നിയമത്തിന് എടുത്തു കളഞ്ഞു. ഇതും കർഷകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അടുത്ത മൂന്നാമത്തെ നിയമമാണ് ഫാർമേഴ്സ് എംപവർമെൻറ്റ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റ് ഓൺ ദ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ഓർഡിനൻസ്. ഇതിൻ്റെ പ്രയോജനം വെച്ച് കഴിഞ്ഞാൽ കർഷകർ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വലിയ റീറ്റെയിൽ ചെയിൻസ് ഉണ്ട്. ഈ റീറ്റെയിൽ ചെയിൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മക്ഡൊണാൾഡ്സ് പറയുന്നത്, മക്ഡൊണാൾഡ്സിന് അവർക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടൊമാറ്റോ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ചിക്കൻ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് അത് കൃഷി ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഈ പർട്ടിക്കുലർ സാധനം വേണം, ഈ സാധനം നീ കൃഷി ചെയ്യുക, കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ എടുത്തോളാം എന്ന് കൈൻഡ് ഓഫ് ഡയറക്റ്റ് പർച്ചേസറിന് കൃഷിക്കാരുടെ അടുത്ത് പോയിട്ട് ഈ ഡീൽ ചെയ്യാൻ പറ്റും. മുമ്പാണെങ്കിൽ ഇത്രയും കാലം കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാനല്ലാതെ ആർക്കാണ് കൊടുക്കുന്ന തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം അവർക്കുണ്ടായിരുന്നില്ല. ഇത് എല്ലാവർക്കും അറിയാമായിരുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ആരും ഈ നിയമത്തിൽ തൊടാൻ ഇതുവരെ ധൈര്യം കാണിച്ചില്ല എന്നുള്ളത് നമുക്ക് അടുത്ത് കാണാം. പക്ഷേ ഇപ്പോൾ ഈ പുതിയ നിയമപ്രകാരം കർഷകന് ബയറുമായിട്ട് നേരിട്ട് ഈ കാര്യങ്ങൾക്ക് ഡീൽ ചെയ്യാനും, മാത്രമല്ല ഇതിൽ വേറൊരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റീറ്റെയിലർ പോയിട്ട് അവർക്ക് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ആ ഓർഡർ കൊടുക്കുന്ന അഡ്വാൻസ് ആയിട്ട് തന്നെ പണം കൊടുക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാനുള്ള ഇത് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഇവർ പറയുന്ന പ്രകാരം അയാൾ കൃഷി ചെയ്തിട്ട് അതിലെന്തെങ്കിലും നാശനഷ്ടം വന്നുപോയാൽ പോലും ഈ ബയർ ആരാണ്, ഇപ്പോൾ ഈ റീറ്റെയിൽ കമ്പനി ആണെങ്കിൽ അവർ അതിൻ്റെ ചിലവെല്ലാം വഹിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പുതിയ ഓർഡിനൻസ് പ്രകാരം വന്നിരിക്കുന്നത്. ഇനി ഇത് ആരാണ് ഇതിനെ എതിർക്കുന്നത്? എതിർക്കുന്നത് മഹാരാഷ്ട്രയിലെ NCPക്കാരും പഞ്ചാബിലെ കോൺഗ്രസ്സുകാരും ഈ APMC മാർക്കറ്റ്, കാരണം ഇവരാണല്ലോ ഈ നിയമം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ APMC മാർക്കറ്റെല്ലാം ഇവരുടെ കയ്യിൽ തന്നെ ആയിരുന്നു. കർഷകർക്ക് 2022 കൂടി വരുമാനം ഇരട്ടിയാക്കുന്ന പരിഷ്കാരങ്ങളാണ് ആക്ച്വലി മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? അതായത് മഹാരാഷ്ട്രയിൽ
ഉള്ളിയുടെ മുഴുവൻ നിയന്ത്രണവും ഈ നമ്മുടെ NCPയുടെ ശരത് പവാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും കയ്യിലാണ്. 10,000 കോടി രൂപയാണ് ഇവർക്ക് ഒരു വർഷത്തിൽ വരുമാനം കിട്ടും. കാരണം ആ APMC ഇവരാണ്, APMCക്ക് മാത്രമേ സാധനം കൊടുക്കാൻ പറ്റൂ. APMC ആണ് ഇവർ 2% കമ്മീഷൻ എടുത്തിട്ട് ഇവരാണ് FCIക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് സാധനം കൊടുക്കുന്നത്. അപ്പോൾ ഇവർ വഴിയേ പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമമാണ് ഇവരുണ്ടാക്കി വെച്ചിരുന്നത്. ആ നിയമമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതോടുകൂടി ഇവരുടെ കട പൂട്ടും എന്നുള്ളതാണ് പ്രശ്നം. അതേപോലെ ഇപ്പോൾ നമ്മുടെ ഈ കോൺഗ്രസ് ഈ ബാദൽ അകാലിദൾ എന്ന് പറയുന്നത് BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ മോഡിയുടെ കറേജിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. സഖ്യകക്ഷിയായിരുന്ന ഇവരിപ്പോൾ ഈ ബാദൽ ഇവർ ഈ മിനിസ്റ്ററായിരുന്നു, അവർ രാജിവെച്ചു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കൃഷിയൊന്നുമില്ല, ശരിക്കും കൃഷി നടക്കുന്നത് പഞ്ചാബിലാണ്. അവിടെ ഇവരുടെ വാർഷിക വരുമാനം 5,000 കോടി രൂപയോളം ഇവർക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ ഈ വരുമാനവും ആവിയായി പോകും, ഇവരുടെ കടയും പൂട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കർഷകർക്ക് അനുകൂലമായി, കർഷകരല്ല, ഇവർ കൃഷിയൊന്നും ചെയ്യുന്നില്ല, ഇവർ വെറും ഇടനിലക്കാർ മാത്രമാണ്. ഇവരുടെ കട പൂട്ടും എന്നതുകൊണ്ടാണ് ഇവർ ഇതിൽ പ്രതിഷേധിച്ച് ഇവർ രാജിവെച്ചായിരുന്നു. ഇത് ശരിക്കും ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. ആദ്യം നോട്ട് നിരോധനത്തിലുള്ള കള്ളപ്പണത്തിന് ഇല്ലാതാക്കി, അത് കഴിഞ്ഞ് പ്രതിരോധ മേഖല, ഇപ്പോൾ നമ്മുടെ റഫാൽ ഡീലിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ പപ്പു മോനൊക്കെ ഇത്രയും ബേളം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂറോ ഫൈറ്റർ എന്ന് പറയുന്ന ആ ഒരു കമ്പനിക്ക് ഓർഡർ കൊടുക്കണമെന്നായിരുന്നു അവരെ. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കമ്മീഷൻ കിട്ടും. അതേസമയം നമ്മുടെ മോഡി സർക്കാർ ഇത് മേടിച്ചത് നേരിട്ട് പോയിട്ട് ഗവൺമെൻറ് ഡീൽ വഴി. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു അഴിമതിയുടെ ഒരു പോസിബിലിറ്റി ഇല്ല. അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഈ കാർഷിക മേഖലയിൽ ഇടനിലക്കാരെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് 2 പ്രയോജനമുണ്ട്. എൻഡ് യൂസറിന് നല്ല പ്രൈസിൽ സാധനം കിട്ടും, കർഷകർക്കും അവരുടെ പ്രൊഡ്യൂസിന് നല്ല വില കിട്ടും. ഈ സത്യങ്ങൾ ദയവായിട്ട് ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലെത്തിക്കുക. ആകെ ഇതിൻ്റെ ഇടനിലക്കാർക്ക് മാത്രമേ ഇതുകൊണ്ട് ദോഷമുള്ളൂ. അതുകൊണ്ടാണ് അവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. ദയവായിട്ട് ഈ സത്യങ്ങൾ ജനങ്ങളിലെത്തിക്കുക. നമസ്കാരം.